രോഹിത് വെമുല കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് തെലങ്കാന സർക്കാർ. കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് തെലങ്കാന സർക്കാർ തള്ളി. പോലീസ് റിപ്പോർട്ടിനെതിരെ ഹൈദരാബാദ് സർവകലാശാലയിലടക്കം പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് തള്ളിയത്. അതേസമയം കോടതിയിൽ ലഭിച്ച റിപ്പോർട്ട് തള്ളണമെന്ന് DGP അപേക്ഷ നൽകും. ഗൗതം അനന്തനാരായണനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ പുറത്തു വന്ന ഒരു റിപ്പോർട്ടായിരുന്നു ഈ രോഹിത് ദളിതനല്ല എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ പോലീസ് അത് സംബന്ധിച്ച കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ തെലങ്കാന സർക്കാർ ഈ പ്രതിഷേധങ്ങളൊക്കെ ഭയന്നുകൊണ്ട് തന്നെ കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇപ്പോൾ തെലങ്കാന സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ ഇടത് പാർട്ടികളെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന തെലങ്കാനയിലെ പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയിട്ടുള്ളത് എന്നതാണ്. കാരണം ഈ രോഹിത് വെമുല എന്ന ഈ വിദ്യാർത്ഥിയുടെ ജാതി സംബന്ധിച്ചുള്ള വലിയ അന്വേഷണങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു. അതിനൊടുവിൽ ഈ തെലങ്കാന പോലീസ് നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രോഹിത് വെമുല ദളിത് വിഭാഗത്തിൽപ്പെടുന്ന, അതല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അല്ല എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും അന്ന് രോഹിത് വെമുലയുടെ പേരിൽ ക്യാമ്പസുകളിൽ വലിയ പ്രതിഷേധവും അക്രമവും ഒക്കെ നടത്തിയ, രാജ്യത്തൊട്ടാകെ വലിയ തോതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികൾ, ഇത്തരം ശക്തികളെല്ലാം പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു തെലങ്കാന പോലീസിന്റെ റിപ്പോർട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെലങ്കാന സർക്കാർ തന്നെ വീണ്ടും പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പുനരന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും നമുക്കറിയാം, തെലങ്കാനയിൽ അധികാരത്തിൽ നിലവിലുള്ളത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ സർക്കാരാണ്. അതേ കോൺഗ്രസ് സർക്കാരിന് കീഴിൽ വരുന്ന പോലീസാണ് കഴിഞ്ഞ ദിവസം ഈ രോഹിത് വെമുല ദളിത് വിഭാഗത്തിൽപ്പെടുന്നയാളല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകുന്നത്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്നത് രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുവാൻ, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നത് തൻ്റെ ഈ ജാതി സംബന്ധിച്ചുള്ള തെളിവുകൾ ഏതെങ്കിലും കാലത്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവേഷണവും അതോടൊപ്പം തന്നെ പഠനവും അതിനെല്ലാം അത് ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ്. കാരണം വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ അഡ്മിഷൻ ഉൾപ്പെടെ നേടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മാതാവാണ് ഈ രീതിയിലുള്ള ദളിത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് സ്വയം എഴുതിയതോ അതല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചതോ ആയിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് ക്യാമ്പസിൽ നൽകിയത്. സ്വാഭാവികമായും ഇതിന്റെ നിജസ്ഥിതി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വലിയ വിവാദമാകും, നാണക്കേടാകും. കാരണം പിന്നോക്ക വിഭാഗത്തിൽ പെടാത്ത ഒരു വിദ്യാർത്ഥി ഈ അതേ കാസ്റ്റിന്റെ പേരിൽ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് പിന്നോക്കക്കാർക്കുള്ള, അല്ലെങ്കിൽ ദളിത് വിഭാഗക്കാർക്കുള്ള സ്കോളർഷിപ്പുകളും മറ്റും നേടിയെടുത്തു എന്നത് സ്വാഭാവികമായും വലിയ പ്രചരണ വിഷയമായേക്കാം. മാത്രമല്ല, ഈ രോഹിത് വെമുല അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ പോലെയൊക്കെയുള്ള ഈ ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തെ പറ്റി വാദിക്കുന്ന സംഘടനയുടെ നേതാവ് കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും താൻ നടത്തിയിട്ടുള്ള ഈ ഒരു കള്ളത്തരം, അതല്ലെങ്കിൽ ഒരു തെറ്റ്, അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തെ ഭയന്നാണ് രോഹിത് വെമുല തന്റെ ജീവിതം അവസാനിപ്പിച്ചത് എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ ആരോപണം എന്നത് അവിടെ ദളിതനായതുകൊണ്ട് രോഹിത് വെമുലയ്ക്കെതിരെ ക്യാമ്പസിൽ അവിടുത്തെ VCയുടെ നേതൃത്വത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ ദളിതനായതുകൊണ്ട് തന്നെ പഠിക്കാൻ അനുവദിച്ചില്ല എന്നും ദളിത് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടാണ് തനിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത് എന്നൊക്കെയാണ് പ്രചരണം നടന്നത്. ആ സമയത്ത് ഇടത് പാർട്ടികളാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ദേശീയ തലത്തിലൊക്കെ വൻ പ്രക്ഷോഭം നടത്തിയത് ദളിതർക്കെതിരെ നടക്കുന്ന ഒരു മൂവ്മെന്റായി രോഹിത് വെമുലയുടെ ആത്മഹത്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന്റെ തന്നെ കീഴിൽ വരുന്ന പോലീസ് അന്വേഷിച്ച ഈ കേസിൽ ചൂണ്ടിക്കാണിക്കുന്നത് നേരെ മറിച്ചാണ്. അതായത് രോഹിത് വെമുല തന്റെ ജാതി സർട്ടിഫിക്കറ്റ് അത് തിരുത്തിയിരുന്നു. തന്റെ മാതാവിന്റെ അറിവോടുകൂടിയാണ് അത് തിരുത്തിയത്. അതൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതിനാൽ അതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി പുറത്തു വരികയാണെങ്കിൽ അത് തന്നെ, അല്ലെങ്കിൽ തന്റെ പ്രതിച്ഛായ വല്ലാതെ ബാധിക്കും. ഇത് ഭയന്നാണ് രോഹിത് വെമുല 2016 ജനുവരി മാസം 17-ാം തീയതി തന്റെ ജീവിതം അവസാനിപ്പിച്ചത് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഇതാണിപ്പോൾ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളെയും ഒക്കെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. രജനി, ഒപ്പം നമുക്ക് അറിയാം, ആ ഒരു സമയത്ത് 2016 കാലഘട്ടത്തിൽ
ഈ രാജ്യത്ത് വലിയൊരു കലാപത്തിനായിരുന്നു ഈ രോഹിത് വെമുലയുടെ ആത്മഹത്യയൊക്കെ തന്നെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ABVP BJP നേതാക്കളെയൊക്കെ തന്നെ ആരോപണ വിധേയരാക്കുകയും ചെയ്തു. രജനി, ആ സമയത്ത് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമം പല ശക്തികളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഒന്ന്, രാജ്യത്തൊരു ഭരണമാറ്റം രൂപപ്പെട്ട കാലഘട്ടമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നത്. പിന്നീട് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ദേശീയ തലത്തിൽ അധികാരത്തിലെത്തുന്നത് 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വിദ്യാർത്ഥി പ്രക്ഷോഭവും മറ്റും നടത്തി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ, രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ താഴെ ഇറക്കാനൊക്കെയുള്ള ചില ശ്രമങ്ങൾ ആ കാലത്ത് വളരെ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന്, ഹൈദരാബാദ് സർവകലാശാലയിൽ ഈ രോഹിത് വെമുലയുടെ ആത്മഹത്യയാണ്. അത് സംഭവിക്കുന്നത് 2016 ജനുവരി മാസം 17-ാം തീയതിയാണ്. അതിനുശേഷം നമുക്കറിയാം 2016 അതേ വർഷം ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് ഡൽഹിയിലെ JNU ക്യാമ്പസിൽ രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം ഇന്നത്തെ കോൺഗ്രസ് നേതാവായ കനയ്യകുമാറിന്റെയും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉയരുന്നത്. അത് അഫ്സൽ ഗുരു അനുസ്മരണമായിരുന്നു. ഫെബ്രുവരി 9-നാണ് അഫ്സൽ ഗുരുവിനെ സർക്കാർ തൂക്കിലേറ്റിയത്. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ പേരിൽ അവിടെ പ്രതിഷേധിക്കുകയും അഫ്സൽ ഗുരുവിന്റെ പടം വെച്ച് അനുസ്മരണം നടത്തുകയും ചെയ്തതാണ് ഫെബ്രുവരി 9, 2016 JNU ക്യാമ്പസിൽ അരങ്ങേറിയ സംഭവം. അപ്പോൾ സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ, ഒന്ന്, രജനി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രോഹിത് വെമുലയുടെ ആത്മഹത്യ, അത് സർട്ടിഫിക്കറ്റ് തിരുത്തിയതുമായി ബന്ധപ്പെട്ട് സ്വയം ഉണ്ടായ ഒരു അപമാന പ്രശ്നത്തിൽ നിന്നാണ് രോഹിത് അത് ചെയ്തതെന്ന് ഇപ്പോൾ പോലീസ് തന്നെ കണ്ടെത്തുന്ന സാഹചര്യം. മറുഭാഗത്ത് അഫ്സൽ ഗുരുവിനെ പോലെയുള്ള ഭീകരവാദികളെ അനുസ്മരിച്ച ശേഷം ക്യാമ്പസിനകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തുടർച്ചയായി ക്യാമ്പസുകളിൽ ചില ശക്തികൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് വലിയ തോതിൽ ജനപിന്തുണയോ അതല്ലെങ്കിൽ മറ്റു സാധാരണ വിദ്യാർത്ഥികളുടെ പിന്തുണയോ ഒന്നും ഇല്ലാത്തതിനാൽ ആ മൂവ്മെന്റുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ഷയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് ഇത്തരം മൂവ്മെന്റുകൾക്ക് നേതൃത്വം കൊടുത്തവർ തന്നെ പിന്നീട് അവരുടെ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അത്തരം ആളുകളുടെ നിലപാടുകൾ പിന്നീട് പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഈ രോഹിത് വെമുലയുമായി ബന്ധപ്പെട്ട് രോഹിത് വെമുല കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് തെലങ്കാന സർക്കാർ. എന്തായാലും ഈ ഹൈദരാബാദ് സർവകലാശാലയിൽ ഉയർന്നു വന്ന പ്രതിഷേധം ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഇപ്പോൾ തെലങ്കാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. കോടതിയിൽ ലഭിച്ച റിപ്പോർട്ട് തള്ളണമെന്ന് DGPയും എന്തായാലും കോടതിയിൽ അപേക്ഷ നൽകാൻ തന്നെയാണ് സാഹചര്യം. ഒപ്പം തന്നെ ഈ രോഹിത് വെമുല കേസിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. കാരണം രോഹിത്തിൻ്റെ മരണത്തിൽ AVP BJP നേതാക്കന്മാരെ ആരോപണ വിധേയരാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെയായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ രോഹിത് വെമുല നിയമം ഒക്കെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളായിരുന്നു രാഹുൽ. ഈ കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിലടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2016 ജസ്റ്റിസ് ഫോർ രോഹിത് വെമുല എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ബാനറും അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലടക്കം തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണമൊക്കെ തന്നെ അതിശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചതെന്നുള്ള തെളിവുകളാണ് ഒന്നടങ്കം പുറത്തു വരുന്നത്. ഈ വിവരങ്ങളും വാർത്തകളും ഒക്കെ തന്നെ വരും മണിക്കൂറിൽ ജനം TV ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ നമ്മുടെ ജനം TVയിലൂടെ കാണാൻ സാധിക്കും. പ്രമുഖരടക്കമുള്ളവർ, അന്ന് ശ്യാംരാജ് AVPയുടെ നാഷണൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന അദ്ദേഹമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം അടക്കം നമ്മുടെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കും. എന്തായാലും 9 മണി തൊട്ട് വിശദമായ ചർച്ചകൾ ഈ രോഹിത് വെമുല വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും.